പ്രിയമുള്ളവരെ, ഞാൻ സാധാരണ വ്ലോഗ് ചെയ്യുമ്പോൾ എന്നെ കാണിക്കാറില്ല. എന്നാൽ ഈ വ്ലോഗ് നിങ്ങൾക്കുള്ളതാണ്. കാരണം മനുഷ്യ ജീവൻ പന്താടുന്ന ചില ആരോഗ്യമേഖലയെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. നിങ്ങളെല്ലാവരും ഡോക്ടറെ കാണാൻ പോകുമ്പോൾ ഡോക്ടർ ഒരു കുറിപ്പ് തരും. എന്താണ്? നിങ്ങൾ ലാബിൽ പോയി ടെസ്റ്റ് ചെയ്യാൻ ഇല്ലേ? കൊളസ്ട്രോൾ ഉണ്ടെങ്കിലും ഷുഗർ ഉണ്ടെങ്കിലും ഈസി ആണെങ്കിൽ നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഡോക്ടർ തരും. ഈ ലാബിലെ പരിശോധന റിസൾട്ട് വെച്ചാണ് നമ്മളെ ഡോക്ടർ പരിശോധിക്കുന്നത്, മരുന്ന് എഴുതുന്നത് അല്ലേ? എന്നാൽ എൻ്റെ ഒരു അനുഭവം പറയാം. എനിക്ക് നെഞ്ചുവേദന ഉണ്ടായിരുന്നപ്പോൾ ഞാൻ ഡോക്ടറെ കാണാൻ പോയി. അദ്ദേഹം പറഞ്ഞു ഈസി എടുത്ത് വരാൻ പറഞ്ഞു. അപ്പോൾ ഞങ്ങളുടെ അടുത്തുള്ള ഒരു സാധാരണ ഒരു ലാബിൽ പോയി ഈസി ചെയ്തത്. എന്നിട്ട് അദ്ദേഹത്തെ കാണാൻ ചെന്നു. അദ്ദേഹം കണ്ടപ്പോൾ പറഞ്ഞു, നിങ്ങൾക്ക് ഇത് പ്രശ്നമാണല്ലോ, ഇത് നിങ്ങൾക്ക് ആരോഗ്യപരമായിട്ട് അല്ലെങ്കിൽ ഹൃദയ സംബന്ധമായി ഭയങ്കര പ്രശ്നമാണുള്ളത്. അപ്പോൾ അത് ഒരു കാര്യം ചെയ്യും, ഇതെനിക്ക് ശരിയാണെന്ന് തോന്നുന്നില്ല, നിങ്ങൾ കാര്യം ചെയ്യും, നിങ്ങൾ വേറെ ഒരു ലാബിൽ പോയി പരിശോധിക്കാൻ പറഞ്ഞു. ഞാനിത് കേട്ട് ഞെട്ടി, എനിക്ക് പേടിയായി. എന്നെ അപ്പം തന്നെ വണ്ടിയെടുത്ത് വേറെ ലാബിൽ നല്ല ഇച്ചിരി പേര് കേട്ട എന്നാൽ ചാർജ് കൂടിയ ഒരു ലാബിൽ പോയി കൊടുത്തു. ഡോക്ടറെ കണ്ട് പറഞ്ഞു, ഇപ്പം എങ്ങനെയുണ്ട്, ഇത് കണ്ടോ, ഇയാൾക്കൊന്നുമില്ല, മറ്റേ ഗ്യാസിൻ്റെ ഒരു വേദനയായിരുന്നു. ഞാൻ ഇത് വെച്ച് മരുന്ന് എഴുതുമ്പോൾ നിങ്ങൾക്ക് എന്ത് സംഭവിക്കാം? അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും ഇത്തരം കാര്യങ്ങൾ ECG പോലുള്ള സാധനങ്ങൾ എടുക്കുമ്പോൾ നല്ല ലാബിൽ പോയി പരിശോധിക്കണം. കാരണം ഒരു ECG ഉപകരണത്തിൽ 30,000 തൊട്ട് ലക്ഷങ്ങൾ വരെയുള്ള ECG ഉപകരണങ്ങളുള്ളത്. ഈ മൂലയ്ക്ക് തട്ടുകട പോലെ എല്ലായിടത്തും ലാബുകളുണ്ട്. ഈ ലാബിലെല്ലാം വാങ്ങിച്ചു വെച്ച ഉപകരണങ്ങൾ വളരെ വില കുറഞ്ഞ ഉപകരണമാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കിട്ടുന്ന റിസൾട്ട് വളരെ മോശമായിരിക്കും. നിങ്ങളിത് കൊണ്ടുവരുമ്പോൾ ഞാൻ മരുന്ന് തരും. നിങ്ങൾക്ക് എന്താ സംഭവിക്കുക? കൊളസ്ട്രോൾ, ഷുഗർ, ഇതെല്ലാം നോക്കിക്കൊണ്ടുവരുന്ന റിസൾട്ടുകൾ വളരെ വ്യത്യസ്തമായിരിക്കും. അതുകൊണ്ട് നല്ല ലാബിൽ പോവുക. അല്പം പൈസ കൂടിയാലും നല്ല ലാബിൽ പോയി ടെസ്റ്റ് ചെയ്യുക എന്നാണ് പറയുന്നത്. ഞാൻ പറയുന്നത് ഈ ECG വാങ്ങിക്കുന്ന ECG ഉപകരണമല്ല, വളരെ വില കൂടിയതുകൊണ്ട് വില കുറഞ്ഞതുകൊണ്ട് നമ്മൾ ആരോഗ്യം പന്താടണം. നമ്മൾ ശരിക്കും സാമാന്യം അറിവുള്ള വില കൂടിയ ഉപകരണമുള്ള ആശുപത്രികളിലോ ലാബുകളിലോ പോയി പരിശോധിക്കുക. ECG എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവന് ഏറ്റവും പ്രധാനപ്പെട്ട ഇമ്പോർട്ടൻ്റ് ECG. അപ്പോൾ അത് വ്യക്തമായി എടുത്തില്ലെങ്കിൽ അതുപോലെ ഇവർ വയ്ക്കുന്ന ആ ക്രീമുണ്ടല്ലോ, ജെല്ലി, ഈ ജെല്ലി വെക്കുമ്പോൾ കൃത്യമായിട്ട് ജെല്ലി വെക്കുകയും കൃത്യമായിട്ട് അത് അവിടെ പതിയുകയും വേണം. എങ്കിലേ അവിടുത്തെ കമ്പനങ്ങൾ അതിന് കിട്ടുള്ളൂ. ഒരിടത്ത് ഇച്ചിരി ലൂസായാൽ അത് കിട്ടില്ല. അപ്പം അത് ഈ പല നേഴ്സുമാരും അറിവില്ലാത്തവരും അറിവുള്ളവരുണ്ടാകും. അവരത് കൃത്യമായിട്ട് വെച്ച് കൃത്യമായിട്ട് എടുത്താൽ മാത്രമേ, നല്ല മെഷീൻ എടുത്താൽ മാത്രമേ നമ്മുടെ ECG കറക്റ്റ് ഹൃദയത്തെ ഡിപ്പുകളാണ്, അത് വ്യക്തമായി കിട്ടുകയുള്ളൂ. തരംഗമുണ്ടെങ്കിലേ ഭംഗി ഉണ്ടാവുള്ളൂ അല്ലേ? നേരെയൊക്കെ ഭംഗിയുണ്ടോ? കടലിലേക്ക് കായലൊക്കെ നേരെ കടന്നാൽ ഭംഗിയുണ്ടോ? അവിടെ തരംഗങ്ങളുണ്ടാണ്. അതുപോലെ നമ്മുടെ ECGയുടെ ആ റേഡിയസ് സ്കെയില് അതിങ്ങനെ പോകണം. മനസ്സിലായോ? ഒറ്റ ലൈനാണെന്ന് നമുക്ക് പ്രശ്നമുണ്ട് എന്നുള്ളതാണ്. ഇത് എനിക്ക് തന്നത് അങ്ങനെയായിരുന്നു. എന്ത് കഷ്ടമായിരിക്കണം എൻ്റെ ആ അവസ്ഥ. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇതുപോലെ നിങ്ങൾക്കൊരു അവസ്ഥ ഉണ്ടാകാം. അതുകൊണ്ട് നിങ്ങൾ ഈ വിഷയം നിങ്ങൾ പരമാവധി ഷെയർ ചെയ്യണം, ഇതെല്ലാവരും അറിയിക്കണം. പാവപ്പെട്ട ആൾക്കാരെ മരുന്ന് കൊടുക്കുന്നത് ഡോക്ടറുടെ ഈ കുറിപ്പിൽ വെച്ചാണ് ഡോക്ടർ മരുന്ന് തരുന്നത്. ഈ മുറ്റിനുള്ള ലാബുകൾ ഇപ്പോൾ പരിശോധിച്ചാൽ നിങ്ങൾ അപകടത്തിലാകാം. അതുകൊണ്ട് നിങ്ങൾ ദയവായി ഈ ഒരു അറിവ് നിങ്ങളെല്ലാവരും ഷെയർ ചെയ്ത് നിങ്ങളുടെ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്ത് ഒരു അറിവ് കൊടുക്കുന്നത് നല്ലതായിരിക്കും. ഇതുവരെ എന്നെ ശ്രമിച്ച എല്ലാവർക്കും നന്ദി, നമസ്കാരം.